പേരമ്പ്രയിലെ സമരത്തിലുണ്ടായ സംഘർഷത്തിൽ ഷാബി പറമ്പിലിന്റെ മൂക്കിന്റെ പാലം കോൺഗ്രസ്സുകാരെ തന്നെ അടിച്ച് തകർത്തതാണെന്നുള്ളതിന്റെ യഥാർത്ഥ തെളിവ് വന്നു. ഈ പോലീസിന് നേരെ സ്ഫോടക വസ്തു വരുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയുള്ള പ്രവർത്തകനാണെന്നുള്ളത് മനസ്സിലായി ഒരു വീഡിയോ പുറത്തു വന്നത്. ഇമാർ ഇതല്ല ഇതിനപ്പുറത്തും ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഷാബി പറമ്പിലിന്റെ നാടകം പൊളിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിരയിലേക്ക് വീണ്ടും എത്തിക്കാനുള്ള ഒരു കിണഞ്ഞ പരിശ്രമം. എന്റെ ഷാബി, കൂട്ടുകാരൻ മാങ്കുവിനെ പുറത്തിറക്കാനുള്ള ശ്രമം പിന്നീടും അങ്ങോട്ട് പാളുകയാണല്ലോ. പേരമ്പരയിലുണ്ടായ ഈ സമരം തന്നെ ഒരു തിരക്കഥയാണോ എന്നുള്ള ഒരു സംശയമുണ്ട് കേട്ടോ. ശ്രീനിവാസൻ സത്യനന്ദികാട് കൂട്ടുകെട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാബി പറമ്പിൽ കൂട്ടുകെട്ടിന്റെ ഒരു തിരക്കഥാ സംവിധാനമൊക്കെ ആയിട്ടാണോ എന്ന് സംഭവിക്കുന്നത്. ഏതാ ദാസനും വിജയനെ പുറത്തിറക്കണമല്ലോ മാങ്കൂട്ടത്തിലിനെ. അതിനു വേണ്ടിയിട്ട് ദാസൻ കിടന്ന് കളിക്കുന്ന കളിയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഷാബിയുടെ കൂടെ വന്ന ഒരു പ്രവർത്തകൻ തന്നെ സ്ഫോടക വസ്തു മാരകായുധവും ഒക്കെ ആയിട്ടാണ് വരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റമൊക്കെ കാണിക്കണ്ടേ എൻ്റെ ഷാബി? അതല്ലേ നേതൃത്വം എന്ന് പറയുന്നത്. ഷാബിക്കിപ്പോൾ അങ്ങ് ശബരിമലയിലെ സ്വർണം മോഷണം പോയതിനെക്കുറിച്ച് ഭയങ്കര വ്യഗ്രതയാണ്. അല്ലാതെ കൂട്ടുകാരൻ പെൺപീഡനത്തിലൊന്നും അകത്തായി അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ പൊത്തി മാളത്തിൽ ഒളിച്ചിരിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. ശബരിമലയിലെ സ്വർണം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. കുറേ ആൾക്കാരുടെ കണ്ണി പൊടിയിടാനായിട്ട്, എന്നിട്ട് ആക്സിഡന്റ് മനഃപൂർവ്വം നടത്തിയിട്ട് വെല്ലുവിളിക്കുക. ശബരിമലയിലെ സ്വർണ്ണമാണ്, ശബരിമലയിലെ സ്വർണം കൊണ്ടുവരാൻ നിങ്ങളാരും വേണ്ട കേട്ടാ. ഇവിടെ അതിനുള്ള കോടതിയൊക്കെ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. അല്ലാതെ ഷാബിയുടെ ഇടപെടലൊന്നും വേണ്ട ഇവിടെ. അതിനൊക്കെ ആരാ കട്ടതെന്നും ആരാ മോട്ടിച്ചതെന്നും ഒക്കെ കോടതി നിയമമൊക്കെ നോക്കിക്കോളും. കൂട്ടുകാരനെ നന്നാക്കിയിട്ട് പോരെ മറ്റ് സമൂഹ നന്നാക്കലൊക്കെ. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്ത് തിരക്കഥയായാലും ആരുടെ തിരക്കഥയായാലും ചെയ്യുന്ന പടങ്ങളൊക്കെ അങ്ങ് പൊട്ടുക.